ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് നമുക്ക് കുറച്ച് പുഴഞ്ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവനെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് നല്ലൊരു അടിപൊളി കറി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ കാല് നമ്മൾ ഒടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ അടുത്തത് ആ ചെറിയ ചെറിയ കാലുകളില്ലേ, അതൊക്കെ നമ്മൾ ഒടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാ ഞണ്ടിൻ്റെയും കാലുകളാണ് ഫസ്റ്റ് തന്നെ ഒടിച്ച് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഞണ്ട് ചത്തിട്ടില്ല കേട്ടോ, അവന് നല്ല ജീവനുണ്ട്. ഇവനെ നമ്മൾ സേഫായിട്ട് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇവന് ഇറുക്കാൻ ചാൻസ് ഉണ്ട്. ഇതിനെ നമ്മൾ നന്നായിട്ട് ഉരച്ച് ഇതിന് മേലുള്ള ചെളിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ബ്രഷോ കാര്യങ്ങളോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നീറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഞണ്ടിനെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്താണ് മേലുള്ള എല്ലാ അഴുക്കുകളും കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഷെല്ല് പോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ ഓപ്പൺ ആക്കി എടുക്കണം കേട്ടോ. നല്ല പൊന്നുള്ള ഞണ്ടാണ് കേട്ടോ, ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മളിപ്പോൾ കാണിച്ചു തരാൻ കളയേണ്ടത്. ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒരു സവോളയുടെ ടൈപ്പായിട്ടിരിക്കുന്നൊരു സംഭവമുണ്ട്. അതൊക്കെ നമ്മൾ കളയേണ്ട സാധനമാണ് കേട്ടോ. പിന്നെ ഈ ബാക്കിലുള്ള ഈ സംഭവമൊക്കെ നമ്മൾ പൊളിച്ച് കളയുക, നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ആ ഒരു മഞ്ഞ കളറിൽ കാണുന്നത് ഞണ്ടിൻ്റെ പൊന്നാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണത്. ഇങ്ങനെ നമുക്ക് ഉള്ള എല്ലാ ഞണ്ടിനെയും നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുൾ ഞണ്ടിനെയും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളറിൽ കാണുന്നതിൻ്റെ പൊന്നാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. നന്നായിട്ട് ക്ലീൻ ആക്കി നമ്മൾ ഈ ഒരു മൺചട്ടിയിലാണ് ഇന്ന് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഞണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു വലിയ സവാള, ഇത്രയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നല്ല ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള